അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. മമ്മിക്ക് ഇങ്ങനെ കുറെ നാട്ടറിവുകളുണ്ട് കേട്ടോ. മമ്മിക്ക് എവിടെ അമ്മ ഇത് കിട്ടിയേ? ഹായ്, ഐ എം ദിവ്യ പ്രിൻഡോ. അപ്പോൾ രാവിലെ തൊട്ടേ മമ്മിയുടെ ചിങ്കിടിയായിട്ട് എപ്പോഴും ഞാൻ കൂടെയുണ്ട്. മമ്മി ഓരോ നുണുക്ക് പണികൾ മമ്മിയുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇന്ന് മമ്മി എന്തോ ഒരു പണിയിലാണ്. എന്നാ പണി മമ്മി? കുറെ പഴം കിട്ടിയിട്ടുണ്ട്. ആ, ഇത് മുഴുവനും കൂടെ ഞാൻ തിന്നു തീർക്കില്ല. അപ്പൊ ഇത് കുറച്ചൊന്ന് ഉണങ്ങി വെച്ചാലൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇത് മുഴുവനും കൂടെ തിന്നു തീർക്കാന്നുള്ളത് അതിമോഹമാണ് മോനെ ദിനേശ്, അതിമോഹം. ഇത്രയും പഴമുണ്ട് കേട്ടോ. 2 ടൈപ്പ് പഴം ഉണ്ടെന്നുള്ളൂ. ഒന്ന് പാളയംകോടനും പിന്നെ ചുണ്ടില്ലാക്കണ്ണനും അല്ലേ? ചുണ്ടില്ലാക്കണ്ണൻ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു പഴമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പഴമാണ് ചുണ്ടില്ലാക്കണ്ണൻ. അതിങ്ങനെയാണെങ്കിലും തിന്നായിരുന്നല്ലോ മമ്മി, പച്ചക്കാണേലും നല്ല പഴമല്ലേ? നല്ല പഴം. അന്നേരം അത് പഴുത്ത് പോയി എല്ലാം തിന്നു. അതുകൊണ്ട് ഞാൻ കാണാത്ത. ഇതെല്ലാം ഡാഡിയുടെ കൃഷിയല്ലേ ഇതെല്ലാം? അല്ല, ഇത് പിന്നെ അങ്കിള് കൊണ്ടുതന്ന എന്നാണേലും വീട്ടിലുണ്ടായ പഴമാണ് കേട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് സംഭവം. ഓക്കെ, ഇന്നില്ലാന്നേ ഉള്ളൂ. ഇതെല്ലാം ഉണങ്ങി വരാൻ എത്ര ദിവസം എടുക്കും മമ്മി? അധികം ദിവസമൊന്നും വേണ്ട. 2-3 ദിവസം ആകുമ്പോഴത്തേട്ട് അതിനെ പെറുക്കി തിന്നാൻ തുടങ്ങും. നല്ല ടേസ്റ്റ് ആണ് അല്ലേ? അത് നമ്മൾ ടിന്നിലിട്ട് അടച്ചു വെക്കാം അല്ലേ? ഈ അടച്ചു വെക്കാനൊന്നും ഒരിക്കലും കിട്ടാറില്ല. ശരിക്കും ഉണങ്ങി കിട്ടാറില്ല. അതിന് മുമ്പ് എല്ലാരും പെറുക്കി തിന്ന് തീർക്കും. ശരിക്കും ഇത് നമുക്ക് എന്തെങ്കിലും ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞിടാനും നല്ലതല്ലേ ഉണങ്ങി വെച്ച്? ഡ്രൈ ഫ്രൂട്ട്സിന്റെ കൂട്ടത്തില് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണോ? സൂപ്പർ ആട്ടോ. ഉണങ്ങി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. അപ്പൊ മമ്മി UK പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതല്ല, ഞാൻ തന്നെയാണ് തിന്നു തീർത്തത് അല്ലേ മമ്മി? നമ്മളിതൊരിക്കലും ശരിക്കും ഉണങ്ങി തിന്നിട്ടില്ല. അതിന് മുമ്പ് എല്ലാരും ഇത് ശരിക്കും ഉണങ്ങാൻ സമ്മതിക്കല. അതിനുമ്പ് നല്ല ടേസ്റ്റ് കേട്ടോ. ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും തിന്നാൻ തുടങ്ങിയ നല്ല ടേസ്റ്റാ. ഇത്രയും പഴം ഉണ്ടെന്ന് പറഞ്ഞാലും ഉണങ്ങി വരുമ്പോ കുറച്ചേ കാണുള്ളൂ അല്ലേ? വരുമ്പോ ഇച്ചിരിയേ കാണുള്ളൂ. പഴം കൊണ്ട് നമ്മളെ ഇലയില് ചക്കയുടെ ഒക്കെ ഉണ്ടാക്കില്ലേ, കുമ്പിളപ്പൊക്കെ, അതുപോലെ തന്നെ ഈ പഴം കൊണ്ടും പറ്റും കേട്ടോ. പൂച്ചയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെന്താ, ഒരു ദിവസം ഉണ്ടാക്കി കാണിക്കാൻ ഞാൻ. അത് കൊള്ളാലോ. മമ്മിക്ക് ഇങ്ങനെ കുറെ നാട്ടറിവുകളുണ്ട് കേട്ടോ. മമ്മിക്ക് എവിടെ നിന്നാ ഇത് കിട്ടിയേ? ഇതൊക്കെ എവിടെന്നേലൊക്കെ കിട്ടും. പ്രത്യേകിച്ച് പറയുന്നില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോഴൊക്കെ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വീട്ടിലെ ഒരു സാധനവും വളരെ ഓർഗാനിക് ആയിട്ടുണ്ടായ സാധനങ്ങളാണ്. ഇതൊന്നും വെറുതെ കളയേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അരിഞ്ഞു ഉണങ്ങുകയും എല്ലാം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും, ഒന്നും കളയാതെ അല്ലേ? അപ്പം മമ്മി ഇവിടെ പഴം അരിയുമ്പോൾ ഞാൻ മാത്രമല്ല ചുമ്മാ ഇരിക്കുന്നത്, ഞാൻ വീഡിയോ പിടിക്കുക എന്നൊക്കെ എല്ലാവരും പരാതി പറയുന്നുണ്ട്. ഇവിടെ വേറൊരാളും കൂടെ ചുമ്മാ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തോ കുത്തി കുറിക്കുന്നുണ്ട്, എഡിറ്റ് ചെയ്യാന്ന് തോന്നുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച ഒരാൾ ഇതേ മുറത്തിനകത്ത് പഴമൊക്കെ അരിഞ്ഞ് ഉണങ്ങാൻ വരുവാണ്. ഉണങ്ങാൻ വെക്കുക. നല്ല രസമുണ്ടല്ലോ അമ്മ കാണാൻ. കളർഫുൾ ആണല്ലോ. ഇതേ കാന്താരി മുളക് ഉണങ്ങി ഇല്ലാണ്ടായി പോവോ? ഉണങ്ങി ഇല്ലാണ്ടായി പോവോ അമ്മ കാന്താരി മുളക്? ഇനി എന്നെ അടുത്ത പരിപാടി? അടുത്ത പരിപാടി എന്നാ ഒന്നുമില്ല. തൊടുവഴിക്ക് ഒന്ന് പോണം. കാഴ്ച പോയി കുറച്ച് കാബേജ്, ഫ്ലവറിന്റെ ഒക്കെ തൈ മേടിച്ചോണ്ട് നടണം. അത്രേ ഉള്ളോ? വേറെ എവിടെയും പോണോ? വേറെ എവിടെയാ പോണോ നമുക്ക് നോക്കാം. എന്നൊക്കെ സാധനം അമ്മ ഉണങ്ങാൻ കൊണ്ടുവരണ കൊറേ ഉണ്ടല്ലോ. ഇത് മത്തങ്ങയുടെ കുരുവാണ്. ഇന്നലത്തെ മത്തങ്ങയുടെ കുരു അല്ലേ? എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും അല്ലേ? പിന്നെ അതെന്താ ജാതിപത്രി? അത് ഉണങ്ങി ജാതിക്കായും പത്രിയൊക്കെ കൊറേ ദിവസങ്ങളായിട്ട് ഉണങ്ങുന്ന കണ്ടത്. എന്നാലും കുറച്ചുകൂടെ ഉണങ്ങട്ടെ. മത്തങ്ങാക്കുരുവിനെ വറുത്ത് പൊടിച്ചു തിന്നും. അതാണ് മമ്മിയുടെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അല്ലേ? അപ്പൊ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 2 ഇഡലി, ചമ്മന്തി, പിന്നെ ഇത് എന്തുണ്ടായിരുന്നു, പുതിയൊരു പരിഷ്കാരി എന്തോ ഒരു സാധനം മേടിച്ചാണ് കേട്ടോ. ബേക്ക്ഡ് ബീൻസ് ഇൻ ടൊമാറ്റോ സോസ്. അതും കൂട്ടിയായിട്ടാണ് കഴിക്കുന്നത്. പരിഷ്കാരിയായ വെണ്ണുമുള്ള. പരിഷ്കാരിയായ വെണ്ണുമുള്ള. ഇന്നത്തെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് കേട്ടോ. മമ്മി പഴമൊക്കെ അരിഞ്ഞ് ഉണങ്ങാൻ പറ്റിയിട്ട് അതിനുശേഷം നല്ല ഒന്നാന്തരം ചക്കക്കുരു മെഴുക്കുവരട്ടിയിലായിരുന്നു മമ്മിയുടെ പണി അല്ലേ? ഓ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നുണ്ടല്ലോ. ഇത് ഇച്ചിരി മോരും അച്ചാറും. ആഹാ, പക്ഷെ നമ്മുടെ വീട്ടിലുള്ള നമ്മള് മാത്രമായിട്ടോ ഈ ചക്കക്കുരു ഒക്കെ കഴിക്കുള്ളൂ. വേറെ ഉള്ളവർ എന്ത് ചെയ്യും? നല്ല ഇറച്ചിക്കറിയുടെ രുചിയാന്ന് പറഞ്ഞ് കൊടുത്താൽ മതി അല്ലേ മീ? ചക്കക്കുരു. അതെ, അതൊക്കെ എനിക്കും അത്രേ ഉള്ളൂ കേട്ടോ അമ്മേ. സൂപ്പറാ അല്ലേ?
ഇത് വേറൊരു ചട്ടി, ഇരുമ്പിന്റെ ചട്ടി ചട്ടിന്ന് മാറ്റുക. ഇരുമ്പിന്റെ ചട്ടി നമുക്ക് മൊത്തം എത്രണ്ണമുണ്ട്? ഒത്തിരി ഒന്നുമില്ല, 8 ഉള്ളൂ അല്ലേ? രണ്ടെണ്ണമൊക്കെ ഉള്ളു വെച്ചത്. പിന്നെ ഒരു ഫ്രൈ ചെയ്യുന്നൊരു പാവം.